ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ വിളക്ക് കെട്ട് സ്ഥിരം കാഴ്ചയാണ്. പക്ഷേ ഈ വിളക്ക് കെട്ടിനെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ പിന്നാമ്പുറ കാഴ്ചകളാണ്. ആ കാഴ്ചകളിലേക്ക്. സാധാരണ പുരുഷന്മാരാണ് വിളക്കുകെട്ടുകൾ നിർമ്മിക്കുന്നതും അത് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിക്കുന്നതും. എന്നാൽ ഇവിടെ വിളക്കുകെട്ട് നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ധന്യയും രമ്യയുമാണ്. ഫസ്റ്റ് ഡേ, അതായത് ഞങ്ങളുടെ അവിടെ നിൽക്കുന്ന കുറച്ച് പേര് ഇല്ലായിരുന്നു. ഫസ്റ്റ് ഡേ ഇല്ലായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ആൾക്കാർ. അപ്പൊ കൊച്ചിലെ മുതലേ ഞങ്ങൾ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ആൺകുട്ടികളാണ് അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത്. അങ്ങനെ അപ്പൊ ഞങ്ങൾ രണ്ടുപേര് പെൺകുട്ടികളായതുകൊണ്ട് അച്ഛനോട് ഇതുവരെ ഞങ്ങൾക്ക് നിൽക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഫസ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് ഇതുപോലെ ഇത്ര ഫിനിഷിംഗ് ആയിട്ടോ ഒന്നും ചെയ്യുന്ന കണ്ടില്ല. അപ്പം എനിക്കിപ്പോൾ 30 years ആയിട്ടുണ്ട്. ഇത്രയും വർഷം ഞങ്ങൾ കൊച്ചിലെ തൊട്ടേ ഇത് കണ്ടു വളർന്നതാണ്. ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ ഇത് ഭയങ്കരമായിട്ട് മോശമായതുപോലെ ഫീൽ ചെയ്തു. അപ്പം അച്ഛൻ ഒറ്റയ്ക്ക്, ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ്. സങ്കടമായിരുന്നു അന്ന്, ഭയങ്കര മോശമായിരുന്നു. ഭയങ്കര വിഷമമായിരുന്ന ആളില്ല കൂടെ. എനിക്ക് 2 ആൺകുട്ടികളായിരുന്നെങ്കിൽ എന്റെ കൂടെ കാണുമല്ലോ എന്ന് അച്ഛനങ്ങനെ തോന്നി. അപ്പൊ ആ വിഷമം അത് കണ്ടപ്പോൾ വിചാരിച്ച് എന്തുകൊണ്ട് പെണ്ണിന് പറ്റത്തില്ല, നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല, കഴിയില്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാച്ചാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വന്നത്. പിന്നെ കാര്യം ചെയ്യാലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഒരൽപ്പം വൈകിയെങ്കിലും മക്കൾ വിളക്കുകെട്ട് നിർമ്മാണത്തിൽ ഒപ്പം കൂടിയതിന്റെ സന്തോഷത്തിലാണ് മോഹനൻ. തവണ അവർ ആദ്യം മുതൽ ഇതിന്റെ ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ഐഡിയ ഒക്കെ ഒരു പ്രത്യേക മോഡലായിട്ടൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്. ഞാനിത്തിരിയൊക്കെ പല മോഡലൊക്കെ ചെയ്യാനൊക്കെ അറിയാം, പക്ഷെ ആളില്ല, സപ്പോർട്ടിന് ആളില്ല. ഉണ്ടായിരുന്നവരൊക്കെ ഒരുവിധമൊക്കെ പണി പഠിച്ചു കഴിഞ്ഞാൽ അവർ വേറെ ഗ്രൂപ്പായിട്ടങ്ങ് പോവാണ്. അങ്ങനെ ഈ പ്രാവശ്യം വേണ്ട, ഒന്നും ചെയ്യേണ്ട, മതിയാക്കാമെന്ന് പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പാരമ്പര്യ കുടുംബത്തിലെ ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ മോഹനം ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരിങ്ങനെ ആവശ്യപ്പെട്ട് പിന്നെ അവരതെല്ലാം ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ ആണ് വീണ്ടും തുടങ്ങിയത്. അപ്പോൾ ആൾക്കാർ കുറവായതുകൊണ്ട് ഇപ്പം എൻ്റെ അവിടെ നിൽക്കുന്ന എല്ലാം പുതിയ ആൾക്കാരാണ്. ഇവർ ഈ വർഷം അരങ്ങേറ്റാൻ തുടങ്ങിയതാണ്. അപ്പോൾ അവർക്ക് അത്ര സ്പീഡും കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയത്തില്ല. അപ്പോൾ എൻ്റെ മക്കളും കൂടി അതിനെ സഹായിക്കാൻ വേണ്ടി വന്നപ്പോൾ വളരെ സന്തോഷമുണ്ട്. മക്കൾക്കൊപ്പം അടുത്ത പൊങ്കാല മഹോത്സവത്തിന് കൂടുതൽ മികവുറ്റ വിളക്കുകെട്ടുകൾ നിർമ്മിക്കാനാണ് മോഹനന്റെയും ആഗ്രഹം. ന്യൂസ് 18 തിരുവനന്തപുരം. സമ്മാന പദ്ധതിയിലൂടെ 6 സെന്റ് ഭൂമി സ്വന്തമാക്കിയ സന്തോഷത്തിലാണ് കാസർഗോഡ് ചെറുവത്തൂർ കുട്ടമത്തെ വി ബിന്ദു. കണ്ണങ്കൈ നാടകവേദിയും വനിതാ കൂട്ടായ്മയും നാടകോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന പദ്ധതിയിലാണ് ബിന്ദുവിന് 6 സെന്റ് ഭൂമി സമ്മാനമായി ലഭിച്ചത്. പതിവ് സമ്മാനങ്ങൾക്കപ്പുറം പ്രയോജനകരമായതെന്ത് എന്ന ആലോചനയാണ് കണ്ണങ്കൈ നാടകവേദിയെ ഈ സത്പ്രവൃത്തിയിലെത്തിച്ചത്. സമ്മാന പദ്ധതിയിൽ വിജയികളാകുന്നവർക്ക് വീട് വയ്ക്കാൻ ഭൂമി സമ്മാനമായി നൽകാനാണ് കൂട്ടായ്മ തീരുമാനിച്ചത്. ഇതിന് അനുയോജ്യമായ 5 സെന്റ് സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. ഒന്നാം സമ്മാനം ലഭിച്ചത് ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ ബിന്ദുവിനാണ്. 6 വർഷം മുൻപ് ബിന്ദുവിന്റെ ഭർത്താവ് മരിച്ചു. സാമ്പത്തിക ബാധ്യത ഏറെയുള്ള ബിന്ദുവിനാണ് സമ്മാനമെന്നറിഞ്ഞതോടെ 1 സെന്റ് ഭൂമി അധികമായി നൽകാൻ കൂട്ടായ്മ തീരുമാനിച്ചു. ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി 6 സെന്റ് ഭൂമിയും 5 തെങ്ങിൻ തൈകളും മൺവെട്ടിയും പച്ചക്കറി വിത്തുകളും നൽകി. ഭൂമിയുടെ ആധാരം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ കൈമാറി. നാടകവേദിയിലെ 1ാം സമ്മാനം എനിക്ക് കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. അത് 5 സെന്റ് പറഞ്ഞത് അവർ 6 സെന്റ് തന്നു. അത് റോഡുണ്ട്, നല്ല സ്ഥലം, പാറയെന്നുള്ള നല്ല മണ്ണില്ല, നല്ല സ്ഥലമാണ്. 2ാം സമ്മാനമായി കറവ പശുവിനെ ലഭിച്ചത് അതിഥി തൊഴിലാളിക്കാണ്. ചടങ്ങിൽ JC ഡാനിയൽ എക്സലൻസി പുരസ്കാരം നേടിയ രാമചന്ദ്രൻ തുരുത്തിക്കും പ്രേം നസീർ കർമ്മസേവന കലാരത്ന പുരസ്കാരം നേടിയ ഡാൻസ് മാസ്റ്റർ ബാബു പീലിക്കോടിനും ഉപഹാരങ്ങൾ നൽകി. പാവപ്പെട്ടവർക്കുള്ള ചികിത്സാ ധനസഹായ വിതരണവും നടന്നു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, വൈസ് പ്രസിഡന്റ് PV രാഘവൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് O ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് 18 ചെറുവത്തൂർ.